ഫാഷൻ പഠിച്ചു കഴിഞ്ഞെങ്കിലും ഞാൻ കൂടുതലും പഠിച്ചത് എൻ്റെ ബിസിനസ് തുടങ്ങിയിട്ട് തന്നെയാണ്. സോൾട്ടിൽ നിന്നാണ് എൻ്റെ എല്ലാ ലേണിംഗ് എക്സ്പീരിയൻസും എൻ്റെ എക്സ്പോഷറും എല്ലാം. ഐ ഹവ് മെറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ, ഡൈവേഴ്സിഫൈഡ് പീപ്പിൾ ഐ വുഡ് സേ. എല്ലാ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി, എല്ലാ ജീവിത സാഹചര്യങ്ങളിലും വളർന്നിട്ടുള്ള ആൾക്കാർ, എൻ്റെ തന്നെ എംപ്ലോയീസ്, എൻ്റെ തന്നെ ടീം. അതായത് വി ഹാവ് പല സ്ഥലത്തു നിന്നുള്ള ബംഗാൾ, ബീഹാർ, ബോംബെ, പിന്നെ നമ്മുടെ നാട്ടിലുള്ള പിള്ളേരുണ്ട്. അപ്പോൾ പിന്നെ കസ്റ്റമേഴ്സ് പല സ്പേസസിൽ പഠിച്ച് വളർന്ന അവരൊക്കെ. അപ്പം അതിൽ നിന്നൊക്കെ ഞാൻ എക്വയർ ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് നോളജ്. ഇപ്പം ഞാൻ പണ്ട് ചിന്തിക്കുമായിരുന്നു എന്നെ ഇന്ന സ്ഥലത്ത് വിട്ടില്ല പഠിപ്പിക്കാൻ അമ്മ, എന്നെ ഇവിടെ അച്ഛൻ വിടണമായിരുന്നു. അപ്പം അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ എന്ത് സീക്ക് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, പട്ടാമ്പിന്നാണോ ദിയ? ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ, കൊച്ചി ഓർ കോട്ടയം. അതെ, അങ്ങനെയായിരിക്കും അവർ മനസ്സിൽ. ഞങ്ങൾ വിചാരിച്ചത് വേറെ സ്ഥലത്തുനിന്നാണ്. അപ്പം എന്തോ ഒരു ഫാക്ടർ ഞാൻ കാണാം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ആ സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ആവാൻ പറ്റുമോ? അങ്ങനെ ഒരു ഇത്. സോ ഐ ഡോണ്ട് ബിലീവ് ഒരു സ്ഥലം എവിടെ നിന്ന് വരുന്നു എന്നുള്ളതൊന്നും ഒരു മാറ്റർ അല്ല. നമ്മൾ എന്ത് സീക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലോട്ട് വളരണം എന്ന് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മളത് വി വിൽ അട്രാക്ട് ദാറ്റ് അല്ലേ. ഇതിപ്പോൾ നമ്മൾ സിറ്റിയിലാണെങ്കിലും ആ ഓപ്പർച്യൂണിറ്റി വന്നാൽ പോലും ഒന്ന് സീക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ ഞാനും ഭയങ്കര എംപവേർഡായി അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ട്. പിന്നെ ഞാൻ കോൺസ്റ്റൻ്റ്ലി കടയിൽ കേൾക്കുമായിരുന്നു ഇങ്ങനെ, അയ്യോ എനിക്കിഷ്ടമല്ല, ഇങ്ങനെ ശരിയല്ല. ആ ഒരു സെൽഫ് ലവ്, അല്ലെങ്കിൽ നോബഡി സേ ലൈക്ക് ഐ ആം സോ ബ്യൂട്ടിഫുൾ, ഐ ആം എ ഗോഡസ്. അത് പറയുന്ന ആൾക്കാരില്ല. അതെന്തുകൊണ്ടായിരിക്കും? അപ്പം ഞാനും ഇപ്പം ചിന്തിച്ചു, നമ്മളെല്ലാവരും സെൽഫ് ഭയങ്കര ക്രിട്ടിക്കൽ അല്ലേ. നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഭയങ്കര ബോധേഡ് ആണല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം പെർഫെക്റ്റ് ആവണം, നമുക്ക് ഈ ലൈൻസ് പാടില്ല, സ്മൈൽ ലൈൻസ് പാടില്ല, ക്രോ ലൈൻസ് ഇതൊക്കെ പെർഫെക്ഷനിസമാണ്. അങ്ങനത്തെ ഒരു പെർഫെക്ഷനിസമേ ഇല്ല. നമ്മുടെ ഈ ഇംപെർഫെക്ഷനിസമാണ്, നമ്മളാണ് പെർഫെക്റ്റ്. അതെ, ആ ഒരു ഇംപെർഫെക്ഷൻ ആണ് അതിൻ്റെ ഭംഗിയും. അപ്പം അതിപ്പം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഐ ഡോണ്ട് തിങ്ക് ആണുങ്ങൾ അത്ര അധികം ഈ സ്മൈൽ കറക്ഷനോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. ആ പ്രഷറിൽ നിന്നാണല്ലോ ഇതെല്ലാം, കണ്ടീഷൻഡ് ആണല്ലോ, അതിന്നാണ് ബ്യൂട്ടി കോൺഷ്യസ്നെസ്. അതുപോലെ പല സേഫ് സ്പേസസ് ഒന്നുമാണ് അത് വരുന്നത്. പല വീട്ടുകളിലും അമ്മമാരും അപ്പന്മാരും അല്ലെങ്കിൽ അവരുടെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഈ കുട്ടി എന്താ കറുത്തു പോയേ, അമ്മ ഭയങ്കര സുന്ദരിയാണല്ലോ, മോൾക്കത് അങ്ങനെയൊക്കെ പറയില്ല. അതൊക്കെ കുട്ടികളാവുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പേരൻസ് തന്നെ അവരെ കൊണ്ട് മോള് ഡാർക്കാണ് അല്ലെങ്കിൽ മറ്റേ ബൾക്കാണ്, സൈസാണ്. അതെ, ചിലരുടെ അടുത്ത് തന്നെ വന്ന് ദിയ ഇവളെ മെലിഞ്ഞ് തോന്നിപ്പിക്കുമോ, ഇവളെ അപ്പം എനിക്ക് തന്നെ ഐ ലുക്ക് അറ്റ് ദ ഗേൾസ് ഫേസ് ആൻഡ് ഐ ഫീൽ ലൈക്ക് ആൻറ്റി ഐ ലുക്ക് ദിസ് കളർ, എന്തൊരു അടിപൊളിയായി സ്കിൻ ടോൺ. അത് ആ വീറ്റിഷ് ടോണൊക്കെ ഭയങ്കര രസമാണ് അവർക്കത്. അപ്പോൾ പെട്ടെന്ന് ദാറ്റ് ഗേൾ ഫീൽ സോ ഗുഡ്, ലൈക്ക് ഒരാൾ അവരെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മെലിഞ്ഞ് തോന്നിപ്പിക്കുന്നോ. അവർക്ക് ചിലപ്പോൾ മെലിയലും തടിക്കലും ഒന്നും ഒരു പുൾ ഓഫ് ചെയ്യാൻ ഡ്രസ്സ് പറ്റുക എന്നുള്ളതും അതുമായിട്ടൊരു ബന്ധമില്ല. ആക്ച്വലി ഇഫ് യു ഹാവ് ദാറ്റ് പേഴ്സണാലിറ്റി യു ക്യാൻ പുൾ ഓഫ് എനി സ്റ്റൈൽ. സ്ലീവ്ലെസ് ഇടണമെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന കൈയാവണം എന്നോ, ഷോർട്ട് ഇതിടണമെങ്കിൽ ലീൻ ആവണം എന്നൊന്നും എവിടെയില്ല. ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആദ്യം കേൾക്കുന്നു. എന്തിനാ ഇങ്ങനെ ഇട്ട് നടക്കുന്നതെന്ന് ആദ്യം നമ്മുടെ ഓൺ സേഫ് സ്പേസ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ തന്നെ നമ്മുടെ അത് ബ്രേക്കായി അല്ലേ. ഫസ്റ്റ് ആ സേഫ് സ്പേസ് കുറച്ചും കൂടെ എംപവറിങ് ആണ്, കുറച്ചുകൂടി നർച്ചറിങ് ആയിരിക്കണം.